കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു അട്ടിമറി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ആലപ്പുഴയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. കാരണം ആലപ്പുഴയിൽ ഇടതുപക്ഷത്തിൽ നിന്നും വലിയ തോതിലുള്ള ഒരു കൊഴിഞ്ഞു പോക്കലുകളാണ് ഓരോ ദിവസം കഴിയുന്തോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയണം. അതിൽ തന്നെ ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ നിന്നും CPM-ൽ നിന്നും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സഖ്യത്തിൽ നിൽക്കുന്നവരിൽ നിന്നും പ്രമുഖ വ്യക്തികൾ ഇപ്പോൾ BJP-യിലേക്ക്, അതായത് വലതുപക്ഷത്തേക്കല്ല, UDF-ലേക്കല്ല, BJP-യിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയണം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത പ്രകാരം കേരള കോൺഗ്രസ് M ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, ചെന്നിത്തല തൃപ്പരുന്തുറ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ കൂടിയായിട്ടുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ദീപുവും നിരവധി സഹപ്രവർത്തകരും ഉൾപ്പെടെ ഇപ്പോൾ BJP-യിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ഒരു തിരിച്ചടിയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, കേരള കോൺഗ്രസ് M-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതും ആലപ്പുഴ പോലുള്ള ഒരു ഇടത് കോട്ടയിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇത് ഇവർ മാത്രമല്ല, ആലപ്പുഴയിൽ മാത്രമായിട്ട് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നിരവധി പേരാണ് ഈ കഴിഞ്ഞ 1.5 കൊല്ലത്തിനുള്ളിൽ BJP-യിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഒറ്റയടിക്ക് 200 പേരിൽ കൂടുതൽ CPM-ൽ നിന്നും രാജിവെച്ചുകൊണ്ട് BJP-യിലേക്ക് എത്തിയത് വളരെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഈ ഇടക്കാലത്ത് തന്നെ. മൊത്തത്തിൽ ആലപ്പുഴയിൽ നോക്കിക്കഴിഞ്ഞാൽ 300-ലധികം പേരോളം ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നും വിട്ടുകൊണ്ട് CPM-ൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റു ഇടതുപക്ഷ ചായ്വുള്ളവരിൽ നിന്നും ഒക്കെ തന്നെയും ഇടതുപക്ഷ ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് BJP-യിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ 1.5 കൊല്ലത്തിനുള്ളിൽ നിരവധി പേരാണ് കൂട്ടമായിട്ട് BJP-യിൽ ചേർന്നിരിക്കുന്നത് എന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ വരുന്ന വാർത്തയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. കേരള കോൺഗ്രസ് M ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഇടതുപക്ഷ ബന്ധം വിട്ടുകൊണ്ട് ഇപ്പോൾ BJP-യിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. അതും ഒറ്റയ്ക്കല്ല, സഹപ്രവർത്തകർ നിരവധി പേരോടൊപ്പമാണ് ഇപ്പോൾ ദീപു BJP-യിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് തന്നെ. തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ പോലുള്ള ഒരു അത്രയ്ക്കും സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് നിരവധി പേരുടെ ഈ ഒരു കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെയും ഇനി വരാൻ പോകുന്ന എലക്ഷൻ സംബന്ധിച്ചിടത്തോളം, പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള ഒരു തിരിച്ചടിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്, ഇതൊക്കെ തന്നെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഇടതുപക്ഷത്തിന് സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.